കേരളത്തിൻ്റെതല്ലാത്ത സ്റ്റോറി പറയുന്ന ഒരു സിനിമയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് രാഷ്ട്രീയ നേട്ടമോ പൊതുജനത്തിനും പറയാനുണ്ട്. ഇത്തരത്തിലൊരു സിനിമ ഇറങ്ങുക എന്നുള്ളത് കേരളത്തിലായതുകൊണ്ടാണ് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളില്ലാത്തത്. മറ്റേതെങ്കിലും ഒരു നാടിൻ്റെ പേര് വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു സിനിമ വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. കേരളത്തിൻ്റെ പേര് വെച്ച് ചെയ്തു കഴിഞ്ഞാൽ അത് കേരളത്തിൻ്റെ മതസൗഹാർദ്ദം ആ രീതിയിൽ തകർന്നു പോകുമെന്ന് വിചാരിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു സിനിമ ഇറക്കാൻ പാടില്ല എന്നുള്ളത് സത്യമാണ്. കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനാ ജാതി മതസ്ഥരുടെ എല്ലാവരുടെയും ഉൾക്കൊള്ളുന്നൊരു സ്ഥലമായതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർക്ക് കാണാം, താല്പര്യമില്ലാത്തവർക്ക് കാണണ്ട എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പ്രദർശിപ്പിക്കാത്തൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. താല്പര്യമുള്ളവർ പോയി കാണട്ടെ, അല്ലാത്തവർ കാണാതിരിക്കുക, അതെല്ലാം നമുക്ക് നല്ലത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. പിന്നെ അവരെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന പോലത്തെ സാധനം ഇറക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേണ്ടത് സ്വീകരിക്കാനും വേണ്ടാത്തത് തള്ളിക്കളയാനുള്ള ഒരു മനസ്ഥിതിയുള്ള ജനതയാണെങ്കിൽ എന്തു തന്നെ ഈ നാട്ടിൽ വന്നാലും നാടിനെ അത് ബാധിക്കില്ല. സിനിമ എന്ന് പറഞ്ഞാൽ ഒരു കലയാണ്. ആ കലയിൽ പ്രത്യേകിച്ച് ഒരു മാലിന്യം കലർത്തേണ്ട കാര്യമില്ല. അതിപ്പോൾ ബീഫല്ല ഇനി എന്ത് കഴിച്ചാലും തന്നെ സിനിമയെ ഒരു കല ആയിട്ട് മാത്രം നമ്മൾ കണ്ടാൽ മതി. അതിനെ രാഷ്ട്രീയവൽക്കരിക്കുക, അതുപോലെ തന്നെ മതപരമായിട്ടുള്ള വേറിട്ട കാഴ്ചപ്പാടുകൾ അതിലേക്ക് കുത്തിത്തിരിക, അപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.